ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആർച്ചൂസ് ടേസ്റ്റ് ആൻഡ് പാഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ലത എന്നെടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ലെമൺ എങ്ങനെ കൂടുതൽ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് നോർമലി ഞാൻ ചെയ്യാറില്ലായിരുന്നു അങ്ങനെ ഒരു ഇത്. അപ്പോൾ ലത റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ട്രയൽ ചെയ്ത് സക്സസ് ആയതിനു ശേഷമാണ് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഞാനിവിടെ സാധാരണ ഒരു വീക്കിലേക്കുള്ള ലെമണൊക്കെയാണ് ഞാൻ മേടിക്കാറുള്ളൂ. എന്നുവെച്ചാൽ വീക്കിലി ഷോപ്പിങ്ങിന് പോകുന്ന കാരണം. അപ്പോൾ എനിക്കറിയാം ഈ ലെമൺ നാശമായി പോകുന്നതിൻ്റെ പ്രോബ്ലം. ഇപ്പം നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് ലെമണൊന്നും നമ്മളുടെ അടുത്ത നിയർ ബൈ ഷോപ്സിലൊന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. ചിലപ്പോഴൊക്കെ കിട്ടുള്ളൂ, ചിലപ്പോൾ അവൈലബിൾ ആയിട്ടിരിക്കില്ല. അപ്പോൾ നമ്മൾ ടൗണിലൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ തൃശ്ശൂർ ടൗണിലാണെങ്കിൽ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഈ ലെമണും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ടൗണിൽ ഇങ്ങനെ നിറച്ച് വെച്ച് കാണും. അപ്പോൾ അങ്ങനെ മേടിക്കാറുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ പോകുമ്പോൾ ടൗണിൽ കാണുമ്പോൾ മേടിച്ചുകൊണ്ട് വരാറുണ്ട്. 1 കിലോ 2 കിലോ ഒക്കെ മേടിക്കും. പക്ഷെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ ചെന്നതിൻ്റെ തിരക്കിൻ്റെ ഭാഗമായിട്ട് അത് പിക്കിൾ ഇടാനോ ഒന്നിനും പറ്റില്ല. അത് നാശമായി അങ്ങനെ പോകാറുണ്ട്. ഉപ്പിലിട്ട് വെച്ചാലും കുറച്ച് അങ്ങനെ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചാൽ അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ കൂടുതൽ നാളിങ്ങനെ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റാറില്ല. അപ്പോൾ ലത ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് ട്രയൽ വേർഷൻ നടത്തിയപ്പോൾ എനിക്ക് നല്ല സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് 1.5 മാസം ആയിട്ടുണ്ട്. 1.5-2 മാസത്തോളം ആയിട്ടുണ്ട് ഈ ഒരു ലെമൺ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ എനിക്ക് റിസൾട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ലാസ്റ്റ് ഈ ഒരു 2 മാസം കഴിഞ്ഞിട്ടുള്ള ലെമണിൻ്റെ അവസ്ഥയാണ് ഞാനിപ്പോൾ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അത് ഇരിക്കുന്നുണ്ടത്. അതിനുശേഷമാണ് ഞാൻ എങ്ങനെയാണ് ചെയ്തേക്കണത് എന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ തന്നെയും അതിൽ ഒരു 2-3 കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് കറക്റ്റായിട്ട് ഇത് ഫ്രഷായിട്ട് ഇരിക്കുള്ളൂ. ഓക്കെ, ഇപ്പം ഇതെന്തായാലും ഫ്രഷ് ഷോപ്പിൽ നിന്ന് മേടിച്ച അതേ ഇതാണ് കേട്ടോ. അല്ലാതെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചതല്ല. സ്റ്റോർ ചെയ്ത് വെച്ചത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സ്റ്റോർ ചെയ്ത് വെച്ച് 1 മാസത്തിന് ശേഷമുള്ള അവസ്ഥ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലെമൺ എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം നന്നായി തുടച്ചു കൊടുക്കാം. ഒട്ടും വെള്ളം നമ്മളുടെ ഈ ലെമൺമേ ഉണ്ടാവരുത്. വാഷ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഒക്കെ ഇതിൽ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നാശാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ വാഷ് ചെയ്യാൻ പറയുന്നത്. വാഷ് ചെയ്തതിന് ശേഷം വെള്ളമില്ലാതെ നന്നായിട്ട് തുടച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ 2 മാസത്തിന് ശേഷമുള്ള ലെമൺ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് നോക്കാം 2 മാസത്തിന് ശേഷം. കണ്ടോ, അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, കണ്ടോ, ഇപ്പോൾ ഇത് ഞാൻ 3 ടൈപ്പായിട്ടാണ് ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാടൊന്നും ഞാൻ വെച്ചില്ല. ട്രയൽ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഓരോന്നായിട്ടാണ് ഞാൻ വെച്ചത്. കണ്ടോ, ഇപ്പോൾ നോക്കൂ, ഇത് ഞാനൊരു ക്ലോത്തിലാണ് ഫോൾഡ് ചെയ്ത് വെച്ചത്. ക്ലോത്തിലുള്ളതിനെ നോക്കൂ. കണ്ടോ, നേരത്തെ കാണിച്ചത് ഞാൻ ലെമൺ അതിനേക്കാളും ഒരു ചെറുതായിട്ടൊരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മാറ്റവും നമ്മൾക്ക് ലെമണിന് വന്നിട്ടില്ല. നല്ല ഫ്രഷ് ലെമൺ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ അലുമിനിയം ഫോയിലിൽ റാപ്പ് ചെയ്തത് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഈ അലുമിനിയം ഫോയിലിൽ റാപ്പ് ചെയ്ത ലെമണും അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതിനും. ഓക്കെ, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, നാശമായിട്ടൊന്നുമില്ല. ഇത് ഇനി നമ്മുടെ നോർമൽ പേപ്പറിൽ റാപ്പ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ, അതും നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, ഒരു കുഴപ്പമില്ലാതെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലെമണൊക്കെ ഇതുപോലെ റാപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ ഒരു 2-3 കാര്യങ്ങൾ കൂടെ ചെയ്താൽ മാത്രമാണ് ഇതായിട്ട് ഇരിക്കുള്ളൂ. അപ്പം നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചത് എന്ന് നമുക്ക് ഇനി കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ലെമൺ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ട്രയൽ പോലെ ചെയ്ത് നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ചെയ്യുന്നത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു മെത്തേഡ് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്താണെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. ഇപ്പോൾ അലുമിനിയം ഫോയിലോ പേപ്പറോ എന്താണെങ്കിൽ ഇതുപോലെ ലെമണോ എടുത്തിട്ട് ഒരു അലുമിനിയം ഫോയിലിൽ ഇപ്പോൾ ഇത് ഒരെണ്ണം റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ യൂസ് ചെയ്യരുത്, പ്ലെയിൻ പേപ്പർ യൂസ് ചെയ്യുക. അതിൽ റാപ്പ് ചെയ്ത് കൊടുക്കാം. ന്യൂസ് പേപ്പറിൽ നമ്മളുടെ ഇങ്ക് ഭയങ്കര പോയിസണസ് ആണ്. ആ ഇങ്ക് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു തണുപ്പ് തട്ടിയ വാട്ടർ കണ്ടന്റ് വരുമ്പോൾ അത് നമ്മളുടെ ഈ ലെമണിൻ്റെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോയിസണസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അങ്ങനത്തെ പേപ്പേഴ്സ് അവോയ്ഡ് ചെയ്യുക. പ്ലെയിൻ പേപ്പർ ഉണ്ടെങ്കിൽ പ്ലെയിൻ പേപ്പർ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. അതും ഇതുപോലെ ലെമൺ ചെയ്ത പോലെ തന്നെ നന്നായിട്ട്
റാപ്പ് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഫോയിൽ പേപ്പറും ഇല്ല, പ്ലെയിൻ പേപ്പറും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് എടുക്കാം, ഒരു ടവലോ ക്ലോത്തോ എന്തെങ്കിലും എടുക്കാം. അതിൽ ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്താൽ മതി. ഓക്കെ, കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിൽ നല്ലതാണ്. കോട്ടൺ ടൈപ്പ് ഓഫ് ക്ലോത്തൊക്കെയാണ് കുറച്ചുകൂടെ നന്നാവുക. അതിലും ഇതുപോലെ ഇങ്ങനെ റാപ്പ് ചെയ്ത് വയ്ക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ പുറത്ത് ഒട്ടും കാണരുത്, ഫുള്ളായിട്ട് നമ്മൾ ഈ റാപ്പ് ചെയ്ത് വെക്കണം. ലെമണിൻ്റെ പോർഷൻസ് ഒന്നും പുറത്ത് കാണരുത്, ഫുൾ നമ്മൾ റാപ്പ് ചെയ്ത് കവർ ചെയ്തിട്ട് വേണം ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല. അതിനുശേഷം ഇനി നമ്മൾ വെക്കുന്നത് ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ അടുത്ത് ന്യൂസ് പേപ്പർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ലീഫ്ലെറ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ന്യൂസ് പേപ്പർ കിട്ടാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ വെക്കുന്നത് ന്യൂസ് പേപ്പറിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു വലിയ പേപ്പർ എടുക്കാം, അതിലോട്ട് നമ്മൾ ഈ റാപ്പ് ചെയ്ത് വെച്ച എല്ലാ ലെമൺസും നിങ്ങൾ ഇതുപോലെ വെക്കുക. അപ്പം നിങ്ങൾ റാപ്പ് ചെയ്ത് വെക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഫോയിൽ പേപ്പറിനെയും ഫോയിൽ പേപ്പറിൽ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പ്ലെയിൻ പേപ്പറിൽ ചെയ്ത് വെക്കുക, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോത്തിൽ ചെയ്ത് വെക്കുക. ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം ഇങ്ങനെ റാപ്പ് ചെയ്ത് നന്നായി കവർ ചെയ്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ന്യൂസ് പേപ്പറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 or 3 ന്യൂസ് പേപ്പർ വേണം കേട്ടോ ഈ ലെമൺസ് എല്ലാതും റാപ്പ് ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ വെക്കരുത്. മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക ഫ്രിഡ്ജിൻ്റെ ഡോറിൽ പോക്കറ്റ്സ് ഉണ്ടാവുമല്ലോ, ഡോർ പോക്കറ്റ്സിൽ വെക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യണം. അതായത് ഡോർ പോക്കറ്റ്സിൽ ഏറ്റവും താഴത്തേൽ വെച്ചാൽ അത്രയും നല്ലതാണ്. അതല്ല ഇനി ഡോർ പോക്കറ്റ്സ് നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ ഫ്രണ്ട് ഭാഗത്ത് വരുന്നതായിട്ട് വെക്കുക. ബാക്കിൽ വിൻഡോയുടെ അവിടെയൊന്നും വെക്കരുത്. വിൻഡോയുടെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഐസ് പിടിക്കാനും ഐസ് കൂടുതൽ ഇതാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. മാക്സിമം നിങ്ങൾ ഡോർ പോക്കറ്റ്സിൽ വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ ഇത് ഡോർ പോക്കറ്റ്സിൽ വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് നന്നായിട്ട് ഫ്രഷ് ആയിട്ടും ഞാൻ കാണിച്ച പോലെയുള്ള ലെമൺ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ശ്രദ്ധിച്ചാൽ മാത്രമാണ് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് തണുപ്പ് കയറി നാശാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമുക്ക് വേറൊരു ഐഡിയയും കൂടി കാണാം. ജസ്റ്റ് ഇതിൻ്റെ ലെമണിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇതുപോലെ ലെമൺ കട്ട് ചെയ്ത് നമ്മൾ ജ്യൂസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ജ്യൂസ് എടുത്തിട്ട് ഒരു ഐസ് ട്രേയിൽ നമുക്ക് ഒഴിച്ചു വെച്ച് കൊടുക്കാം. ലെമൺ സാധാരണ ജ്യൂസ് എടുക്കുന്ന പോലെ ജ്യൂസ് എടുത്തിട്ട് ഒരു ഐസ് ട്രേയിൽ ഒഴിച്ചു വെച്ചിട്ട് ഐസ് ക്യൂബ്സ് ആയിട്ട് എടുക്കാം നമുക്ക്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്ര ലെമൺ ഓരോ ഐസ് ക്യൂബായിട്ട് എടുക്കാം. അതിനുശേഷം നമ്മളിത് ഫ്രീസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാധാരണ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഐസ് ട്രേ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ജസ്റ്റ് ഒരു 24 hours വെച്ചാൽ മതി. 24 hours വെക്കുമ്പോൾ തന്നെ നമ്മളുടെ ലെമൺ ഫ്രീസ് ആയിക്കോളും. അതിനുശേഷം നമ്മൾ ഇത് ഫ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ നോർമലി നമ്മളുടെ ഇതിൽ നിന്ന് എടുത്തിട്ട് ഉണ്ടാവും. ഇപ്പം ലെമൺ നമ്മൾ മുറിച്ച് ഒഴിച്ചിട്ടുണ്ട്. നോർമലി നമ്മൾ ഐസായി കഴിയുമ്പോൾ നമ്മൾ സാധാരണ ഐസ് ക്യൂബ്സ് റിമൂവ് ചെയ്യുമല്ലോ ഇതിൽ നിന്ന് ഐസ് ട്രേന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഐസ് ട്രേന്ന് ഐസ് ക്യൂബ്സ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സിപ്ലോ കവറിലോ എന്തിലെങ്കിലും ഇട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഇടുന്നതോടുകൂടി തന്നെ ഐസിൻ്റെ യൂസും നടക്കും, ലെമണിൻ്റെ യൂസും നടക്കും. രണ്ടും കൂടെ ഒന്നിച്ച് നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.